നമസ്കാരം. കേരളത്തിന്റെ ഹൃദയത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങുന്ന ഒരു ദിവ്യക്ഷേത്രമുണ്ട്. അതാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. പലരും പറയാറുണ്ട്, ഗുരുവായൂരപ്പൻ വിളിക്കാതെ ഗുരുവായൂരിലെത്താൻ കഴിയില്ല. ഇത് വെറുമൊരു പഴമൊഴിയല്ല, ഭക്തരുടെ ജീവിതാനുഭവമാണ്. ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പന്റെ അത്ഭുതകരമായ ചരിത്രവും മഹിമയും ഒരുമിച്ചറിയാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വാസുദേവപുത്രനായ ശ്രീകൃഷ്ണനെ, സർവ്വലോകങ്ങളുടെയും പരമാത്മാവേ, ഭക്തരുടെ ദുഃഖങ്ങൾ നീക്കുന്ന ഗോവിന്ദ, അങ്ങേക്ക് വീണ്ടും വീണ്ടും പ്രണാമം. ഇനി ഒരു ചോദ്യം, ഗുരുവായൂരപ്പൻ ആരാണ്? പുരാണങ്ങൾ പറയുന്നത് ഇത് സാധാരണ ഒരു കൃഷ്ണവിഗ്രഹമല്ല, മഹാവിഷ്ണുവിന്റെ ദിവ്യരൂപമാണ്. ഈ വിഗ്രഹത്തെ ആദ്യം ബ്രഹ്മാവ് ആരാധിച്ചു. പിന്നീട് കശ്യപ മഹർഷിക്കും തുടർന്ന് കൃഷ്ണനും ഈ ദിവ്യ വിഗ്രഹത്തെ ആരാധിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണന്റെ അവതാരകാലം അവസാനിക്കുമ്പോൾ ദ്വാരക നഗരം കടലിൽ മുങ്ങാൻ പോകുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ ദിവ്യ വിഗ്രഹം സുരക്ഷിതമായ ഒരു പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. ആ ദൗത്യം ഏറ്റെടുത്തത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനുമായിരുന്നു. അവർ ഈ വിഗ്രഹവുമായി ഭൂമിയിലുടനീളം അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു. അവസാനം ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ ഗുരുവായൂരിൽ ഈ ദിവ്യ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരു പ്രതിഷ്ഠിച്ചതും വായുദേവൻ കൊണ്ടുവന്നതുമായ ഈ ക്ഷേത്രം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇന്ന് കോടിക്കണക്കിന് ഭക്തർ ആശ്വാസവും പ്രതീക്ഷയും വിശ്വാസവും തേടിയെത്തുന്ന പുണ്യഭൂമിയായി ഗുരുവായൂർ മാറിയിരിക്കുന്നു. ഇന്ന് ഗുരുവായൂരപ്പൻ തന്റെ ഭക്തനെ എങ്ങനെ ചേർത്ത് പിടിച്ചു എന്ന അത്ഭുത കഥയാണ് ഇനി പറയാൻ പോകുന്നത്. മലബാറിൽ പൂന്താനം എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പൂന്താനം നമ്പൂതിരി. വലിയ പണ്ഡിതനൊന്നുമല്ലായിരുന്നു. സംസ്കൃതത്തിൽ വലിയ അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ ഗുരുവായൂരപ്പനായിരുന്നു. ദീർഘകാലം കാത്തിരുന്നതിനു ശേഷം അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ കൃഷ്ണന്റെ അനുഗ്രഹമായാണ് അദ്ദേഹം കണ്ടത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. കുഞ്ഞിന്റെ അന്നപ്രാശന ദിവസം അശ്രദ്ധ മൂലം കുഞ്ഞു മരിച്ചു. ആ ദുഃഖം ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. പക്ഷേ പൂന്താനം ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി കരഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന പറഞ്ഞു. എന്റെ കുഞ്ഞിനെ നീ എടുത്തു. ഇനി നീ തന്നെയാണ് എൻ്റെ കുഞ്ഞ്. നിന്നെ മാത്രമാണ് ഞാൻ ഇനി സ്നേഹിക്കുക. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഗുരുവായൂരപ്പനെ സമർപ്പിക്കപ്പെട്ടു. ആ ഭക്തിയിൽ നിന്നാണ് പിന്നീട് പ്രശസ്തമായ ജ്ഞാനപ്പാന പിറന്നത്. അത് വെറും ഒരു കാര്യമല്ല, ജീവിതത്തിന്റെ സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഭക്തി ഗ്രന്ഥമാണ്. ഗുരുവായൂരപ്പൻ പാണ്ഡിത്യം നോക്കുന്നില്ല, ഭക്തിയുടെ ആഴമാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഭക്തർ വിശ്വസിക്കുന്നത്, ഗുരുവായൂരപ്പന്റെ മുന്നിൽ കണ്ണു നിറഞ്ഞു പ്രാർത്ഥിച്ചാൽ വെറുതെ മടങ്ങേണ്ടി വരില്ല. ഇന്ന് ഗുരുവായൂരപ്പന്റെ മറ്റൊരു മഹാഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജീവിതത്തിലെ അത്ഭുത സംഭവമാണ് പറയാൻ പോകുന്നത്. മേൽപ്പത്തൂർ സംസ്കൃതത്തിൽ അത്യുന്നത പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. ഒരിക്കൽ ഗുരുവിന്റെ രോഗം തന്റെ മേൽ ഏറ്റെടുക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഗുരുതരമായ വാതരോഗം ബാധിച്ചതായി ഐതിഹ്യം പറയുന്നു. ശരീരം മുഴുവൻ വേദന, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ പോയി ഭഗവാനെ ഭജിക്കൂ, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ രോഗം മാറും. ആ വാക്കുകൾ നാരായണ ഭട്ടതിരിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു കിരണം തെളിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂരെത്തി. നടക്കാൻ പോലും കഴിയാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടോടെയാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഭഗവാന്റെ തിരുമുൻപിൽ ഇരുന്ന് അദ്ദേഹം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പ, എന്റെ ജീവിതം, എന്റെ ശരീരം രോഗത്താൽ തളർന്നിരിക്കുന്നു. ഇനി എനിക്ക് ആശ്രയം അങ്ങ് മാത്രമാണ്. എന്റെ വേദന മാറ്റണേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്ത തോന്നി. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥയും ഓരോ ദിവസവും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടിയാലോ? അങ്ങനെ അദ്ദേഹം ഭാഗവത കഥയെ സംക്ഷിപ്തമാക്കി 10 ശ്ലോകങ്ങളുടെ ദശകങ്ങളായി രചിക്കാൻ തുടങ്ങി. അതാണ് പിന്നീട് ലോക പ്രശസ്തമായ നാരായണീയം ആയി മാറിയത്. ഓരോ ദശകവും പൂർത്തിയാക്കുമ്പോഴും അദ്ദേഹം ഗുരുവായൂരപ്പനോട് തന്റെ രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ശരീരത്തിലെ വേദന പതിയെ കുറഞ്ഞു തുടങ്ങി. ഭഗവാന്റെ മഹിമ പാടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭക്തിയും പ്രതീക്ഷയും നിറഞ്ഞു. അവസാനം നാരായണീയം പൂർത്തിയാക്കുന്ന ദിവസം എത്തി. അന്ന് ഭട്ടതിരി തന്റെ അവസാന ശ്ലോകങ്ങളിലൂടെ ഗുരുവായൂരപ്പനോട് പൂർണ്ണമായും ശരണം പ്രാപിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ രോഗം മാറിയെന്നാണ് വിശ്വാസം. അങ്ങനെ സ്വന്തം വേദനയെ ഭഗവാന്റെ നാമസ്മരണയ്ക്കായി മാറ്റിയ നാരായണ ഭട്ടതിരിയുടെ ജീവിതം ഭക്തിയുടെ അത്ഭുതകരമായ ഒരു ഉദാഹരണമായി മാറി. ഇന്നും ഗുരുവായൂരിൽ
നാരായണീയം പാരായണം ചെയ്യുമ്പോൾ ഭക്തരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആ മഹാഭക്തനെയാണ്, നാരായണ ഭട്ടതിരിയെ. ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ. ഇന്നത്തെ അധ്യായം ഇവിടെ തീരുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്